ഈ ഞാൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് കർമ്മം കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആർക്കും ക്ഷേത്ര സങ്കല്പത്തിൽ വീട് വെച്ചിട്ട് അവിടെ ഉടായ്പായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണ്യം കിട്ടിയ നല്ല രീതിയിൽ സ്വാത്വിക ജീവിതം നയിക്കുന്നവർക്കാണെങ്കിൽ ക്ഷേത്ര സങ്കല്പത്തിനടുത്ത് നമുക്ക് വീടുണ്ടാകാം. അല്ലാതുള്ള വ്യക്തികൾ കുറച്ച് ദൂരോട്ട് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമസ്കാരം. അലക്സഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശസ്ത ആസ്ട്രോളജറും ജെമോളജിസ്റ്റും വാസ്തു എക്സ്പേർട്ടുമായ ശ്രീ ശിവശൈലം സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തെ സ്ഥലം കൊല്ലം പുത്തൂരാണ്. ഗാലക്സി ഫ്യൂച്ചർ പോയിന്റ് എന്നൊരു സ്ഥാപനം നടത്തി പോരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ജെംസും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ വ്യത്യസ്തമായ ടോപ്പിക്സാണ് നമ്മൾ സംസാരിച്ച് പോരുന്നത്. ഇപ്രാവശ്യം നമുക്ക് വാസ്തുവിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്, അല്ലേ സാർ? അപ്പം വാസ്തു സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാസ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വീടിൻ്റെ വാസ്തുവാണ്. അപ്പം വീടിനല്ലാതെ വേറെ ഏതിനൊക്കെയാണ് വാസ്തു നോക്കുന്നത്? വാസ്തു എന്ന് പറയുന്ന വിഷയം യഥാർത്ഥത്തിൽ വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ 20-25 മാക്സിമം അരമണിക്കൂർ എടുത്ത് സംസാരിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ എല്ലാ ന്യൂജൻ ആൾക്കാർ പറയുന്നതാണ് നമുക്കത് ക്യാപ്സൂൾ രൂപത്തിലൊന്ന് ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കണം. ആൾക്കാർക്കുള്ള സംശയങ്ങൾ തന്നെയാണ് ഇപ്പം ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വാസ്തു എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് വരുന്ന സംശയം ഇത് വീടിന് മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വാസ്തു ആവശ്യമാണ്. അത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആവാം, സൂപ്പർ മാർക്കറ്റാവാം, കൊച്ചു ഷോപ്പുകളാവാം, പിന്നെ വീട്. എന്തായാലും പ്രധാനമായിട്ട് ആൾക്കാരിപ്പം വീട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് വാസ്തു എന്നുള്ള രീതിയിലാണ്, ആ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏത് നടത്തുമ്പോഴും അതാത് ദേശത്തെ കാലഭേദമനുസരിച്ച് ഉള്ള നിർമ്മിതി, ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രം. വെളിച്ചം, വായുസഞ്ചാരം, ഇത് രണ്ടുമാണ് വാസ്തുവിൻ്റെ ബേസിക്. ഇത് രണ്ടും മനുഷ്യരാണെങ്കിൽ താമസിക്കുന്ന വീടിനുണ്ടാകണം. വ്യാപാര സ്ഥാപനമാണെങ്കിലും അവിടെയും ഇതുണ്ടാകണം. അപ്പം എയർ സർക്കുലേഷൻ ആൻഡ് ലൈറ്റ്സ്, അതാണ് അതിൻ്റെ ബേസ്. പിന്നെ കേരളത്തിൻ്റെ തച്ചുശാസ്ത്രം അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം അനുസരിച്ചിട്ട് നമുക്ക് മുറികൾക്ക് സ്ഥാനങ്ങളൊക്കെ പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകുന്നതോളം പറഞ്ഞാൽ ഇതാണ് വാസ്തുവിൻ്റെ ഒരു യഥാർത്ഥ സംഭവം. വീട് മാത്രമല്ല, ഏത് നിർമ്മാണ പദ്ധതിക്കും വാസ്തു ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ, ഇന്ത്യയിൽ, ഇപ്പം വിദേശത്തും ഹോങ്കോങ് ബാങ്ക് ആദ്യം ചെയ്തതിനകത്ത് നിന്ന് അവർ മാറ്റി ചെയ്തു. അപ്പം ഇന്ത്യയിലെ ഏതോ ഒരു വാസ്തുശാസ്ത്രജ്ഞൻ പോയിട്ട് അത് തെറ്റാണ്, എൻ്റെ കണക്ക് മരണച്ചുറ്റ് വന്നു, അതുകൊണ്ട് അവർ മാറ്റി പണിഞ്ഞു, പിന്നീടുള്ള ബിസിനസ് കൂടി, ഇങ്ങനെയൊക്കെ ഇത് ആൾക്കാർ പറയുന്നുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വാസ്തു തെറ്റിക്കിടക്കുന്ന പല വീടുകളിലും പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമാണ്. ഞാൻ പോയി കാണാറുണ്ട്, തിരുത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ വാസ്തു അനുസരിച്ച് ഒരാളൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ അത് തുടക്കം തൊട്ട് വെക്കുന്നതായിരിക്കും നല്ലത്, ഭൂമി കാണുന്നിടം തൊട്ട്. പഴയ വീടിനകത്ത് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പഴയ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യുമ്പോൾ വളരെ കെയർ ചെയ്യണം. വളരെ കെയർ ചെയ്ത് മാത്രം ആൾക്കാർ പറയത്തില്ല എൻ്റെ പഴയ വീടാണ്, കുടുംബപരമായിട്ട് കിട്ടിയ വീടാണ്, ഒന്ന് പുതുക്കി പണിയെന്നും പറഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ തൊട്ട് സാറേ മൊത്തം പ്രശ്നങ്ങളാണ്. കാരണം മരണച്ചുറ്റായിരിക്കും, ആദ്യം അവർ ചെയ്തു വെച്ചിരിക്കുന്ന ചുറ്റളവ് കറക്റ്റായിരിക്കും. ഇപ്പോൾ ഈ ചെയ്ത ആൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അതിനകത്ത് എന്തെങ്കിലും ഫൗണ്ടേഷനോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ചുറ്റളവായിട്ട് പൊരുത്തപ്പെടുന്ന ചുറ്റളവായിരിക്കും, രണ്ടാമതൊന്ന ചുറ്റളവ് മരണച്ചുറ്റായിരിക്കും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുപോലെ ഒരു വീട് പണിയുമ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ തുടക്കം തൊട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായ ഏതെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്? ഇത് കുറേ പേര് ചോദിക്കാറുള്ളതാണ്. അതായത് നമ്മളിപ്പം ഒരു വ്യക്തി, പുരുഷനോ സ്ത്രീയോ ആരോ ആവട്ടെ, വീട് വെക്കാൻ അവർ മാനസികമായിട്ട് തയ്യാറെടുത്തോ അല്ലെങ്കിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ട് വീട് വെക്കാൻ അവർ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടുന്നത് അനുകൂലമായിട്ടുള്ളൊരു ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ഭൂമി, ഈ ഭൂമി കണ്ടെത്തുമ്പോൾ അത് സമചതുരമോ അല്ലെങ്കിൽ ദീർഘചതുരമോ ആയിരിക്കണം. ഫസ്റ്റ് കേൾക്കുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഇത് വ്യക്തമായിട്ട് വേണമെങ്കിൽ പേപ്പറും പേനയും എടുത്ത് എഴുതി വെക്കാം. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. അപ്പോൾ ദീർഘചതുരാകൃതിയിലോ സമചതുരത്തിലോ ഉള്ളൊരു ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് കടമ്പ. ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട്
ഈ ഭൂമി നമുക്ക് അനുയോജ്യമാണോ എന്ന് ജ്യോതിഷം പഠിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് എന്നിട്ട് കബഡി പ്രശ്നം നോക്കണം. ഈ ഭൂമിയുടെ ദൈവാധീനം നോക്കാമെന്ന് പറയും. അത് നമുക്ക് അനുയോജ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിനുശേഷം ഭൂമി കണ്ടെത്തി കഴിയുമ്പോൾ വടക്കോട്ടോ കിഴക്കോട്ടോ ചരിവുള്ള ഭൂമി കിട്ടുന്നതാണ് ഏറ്റവും ഉത്തമം. ഒന്നുകിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക്. ഇനി ഒരു ഓപ്ഷനോടുണ്ട്, അതായത് വടക്ക് കിഴക്ക് താഴ്ന്ന ഭൂമിയാണെങ്കിൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ കിട്ടാൻ പാടാം. അപ്പം ഒരു ഭാഗം മാത്രം താഴ്ന്നിരിക്കും. ഉത്തമ ഭൂമിയാണ് ധാന്യവീതി എന്ന് പറയും. പക്ഷേ വടക്കോട്ടോ കിഴക്കോട്ടോ ചെലവുള്ള ഭൂമിയാണെങ്കിൽ, കിഴക്കോട്ടാണെങ്കിൽ ഗോവീതി എന്ന് പറയും, വടക്കോട്ട് ചരിഞ്ഞ ഭൂമിയാണെങ്കിൽ ഗജവീതി എന്ന് പറയും. അപ്പോൾ ഈ 2 സൈസ് ഭൂമിയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഈ കണ്ട ആൾക്കാർക്ക് മൊത്തവും ഈ വടക്കോട്ടോ കിഴക്കോട്ടോ ചരിവുള്ള ഭൂമി കിട്ടാൻ പാടാം. അതിന് ചെയ്യേണ്ടത് കിട്ടുന്ന ഭൂമി എടുത്തിട്ട് അതിന് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് നമുക്ക് അനുയോജ്യമായിട്ട് മാറ്റുക. പിന്നെ ക്ഷേത്ര സമുച്ചയങ്ങൾ, വലിയ ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ഭദ്രകാളി അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേവസങ്കല്പങ്ങളുള്ള ക്ഷേത്രങ്ങളിനടുത്ത് ബ്രാഹ്മണർക്ക് മാത്രമേ ക്ഷേത്രം പണിയാമെന്നൊക്കെ നിബന്ധനയുണ്ട്. അപ്പോൾ പരമാവധി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കുറച്ച് ദൂരോട്ട് മാറിയിട്ട് നമ്മൾ ഭൂമി സെലക്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ ബ്രാഹ്മണർ എന്ന് ഞാൻ പറഞ്ഞ ജന്മം കൊണ്ട് ബ്രാഹ്മണരല്ല, കർമ്മം കൊണ്ട് ബ്രാഹ്മണർ. ജന്മനാൽ ജായതേ മർത്യ കർമ്മനാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണക എന്നാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരാൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾ ബ്രാഹ്മണനായി എന്ന് പറയുന്നത്. ഇപ്പം പൂർവാശ്രമത്തിൽ രത്നാകരൻ എന്ന് പറയുന്ന കള്ളൻ ആരാ? വാൽമീകി മഹർഷി രാമായണം എഴുതി ബ്രഹ്മത്വം കിട്ടിയതാണ്. അപ്പം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് അവർ ബ്രാഹ്മണനാവുന്നില്ല. കർമ്മം കൊണ്ട് ബ്രാഹ്മണനായ ബ്രാഹ്മണ്യം കിട്ടിയ വ്യക്തികൾക്ക് വേണമെങ്കിൽ ദേവാലയങ്ങളുടെ അടുത്ത് വീട് പണിയാം. അങ്ങനെ ആചാരമുണ്ട്. അപ്പോൾ ഭൂമി തിരഞ്ഞെടുത്തു. ഭൂമിയുടെ ദൈവാധീനം മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു വീട് വെക്കുക. നാട്ടുകാരെ കാണിക്കാൻ വീട് വെക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു 5 വ്യക്തികളുള്ള വീടാണെങ്കിൽ ഒരു മാക്സിമം ഒരു 5 ബെഡ്റൂമിൻ്റെ ആവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ 4 ബെഡ്റൂം. പേരൻസിനൊന്ന്, കുട്ടികൾക്ക് 3, അങ്ങനെ ഒരു 4 ബെഡ്റൂമിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വെറുതെ ലോണൊക്കെ എടുത്ത് വലിയ വീട് നാട്ടുകാരെ കാണിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തുമില്ല. ഒരുപക്ഷെ ഇത് വീണ്ടും വിറ്റ് പോവും, കടക്കാരനാവും. അതിനെക്കാട്ടി നല്ലത് നമുക്ക് ആവശ്യമുള്ളൊരു വീട് വെക്കുക. ആ വീടിൻ്റെ മുറികളും കാര്യങ്ങളും അതാത് രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാസ്തുവിൻ്റെ കണക്കും പ്രകാരം ചെയ്ത ആ വീട്ടിൽ സുഖമായിട്ട് സന്തോഷമായിട്ടും താമസിക്കാം. പിന്നീട് വീട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുറികളുടെ സ്ഥാനമാണ്. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഭൂമി സെലക്ട് ചെയ്തു, ദൈവാധീനം ഭൂമിയുടെ നോക്കി നമുക്ക് അനുയോജ്യമായ ഭൂമിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ കണക്കും പ്രകാരം മുറികൾ സ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ അതിൻ്റെ കണക്കും പ്രകാരം അത് കൃത്യമായിട്ട് രീതിയിൽ എത്ര സ്ക്വയർ ഫീറ്റ് വേണം ആ ഒരു രീതിയിൽ ഇത് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇപ്പം ഭൂമിയെല്ലാം തിരഞ്ഞെടുത്ത് നമ്മൾ വീട് വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റിയടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കുറ്റിയടി വീട് നിർമ്മാണത്തിൻ്റെ യഥാർത്ഥത്തിൽ വീട് നിർമ്മാണത്തിൻ്റെ തുടക്കം കുറ്റിയടി എന്ന് പറയുന്ന, പക്ഷേ അല്ല, അത് 7ാമത്തെ ഭാഗമാകുന്നുള്ളൂ. കാരണം നമ്മൾ തുടക്കം തൊട്ട് ഭൂമി പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടെന്നാലും സാധാരണക്കാരൻ്റെ മനസ്സിൽ വരുന്ന ഈ കുറ്റിയടി എന്ന് പറഞ്ഞാൽ കന്നിമൂലയ്ക്കാണ് കുറ്റിയടിക്കുന്നത്. എന്തുകൊണ്ട് കന്നിമൂലയ്ക്ക് കുറ്റി അടിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കണക്കുണ്ട്. കാരണം അഷ്ടദിക്പാലകരിൽ നിത്യദികമാണ് കന്നിമൂല എന്ന് പറയും, തെക്ക് പടിഞ്ഞാറൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത്. കാരണം ഈ അഷ്ടദിക്പാലകരിൽ 7 കോണിലും കാവൽ നിൽക്കുന്നത് ദേവന്മാരാണ്. അതൊരു പ്രധാന പോയിൻ്റാണ്. അത് സയൻസല്ല, വിശ്വാസമാണ്. 8ാമത്തെ കോണായ കന്നിമൂലയിൽ തെക്ക് പടിഞ്ഞാറേ കോണിൽ നിര്യതി എന്ന് പറയുന്ന അസുരനാണ് കാവൽക്കാരൻ, അവിടുത്തെ സെക്യൂരിറ്റി. അപ്പം ഈ അസുരനെ പ്രീതിപ്പെടുത്താനാണ് കന്നിമൂലയ്ക്കെന്ന് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത്. അതാണ് കുറ്റിയടിയുടെ ഉദ്ദേശം. ക്ഷേത്രസങ്കല്പത്തിൽ അതുകൊണ്ടാണ് ഈ കന്നിമൂലയ്ക്ക് ഗണപതിയെ സ്ഥാപിക്കുന്നത്. എവിടെ നിന്ന് വർക്ക് തുടങ്ങി അവിടെ ഗണപതിയെ സ്ഥാപിക്കുന്നത്. അതാണ് കന്നിമൂല ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ കന്നിമൂല നമ്മൾ ഈ കുറ്റിയെല്ലാം അടിച്ചതിന് ശേഷം അവിടെ നിന്ന് വാനം വെട്ടി, അന്ന് തന്നെ വേണമെങ്കിൽ വാനം വെട്ടി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ കുറ്റി അടിക്കുന്ന ഒരു മുഹൂർത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് വാനം വെട്ടുന്നതിന് മുഹൂർത്തം നോക്കണ്ട. അന്ന് തന്നെ കുറ്റി അടിച്ചിട്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് ആധാരശില സ്ഥാപിക്കാം. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. അതിന് ശേഷം നമ്മൾ
പിന്നെ തച്ചുശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ വാസ്തുവിധി പ്രകാരം ഈശാനം ദേവതാസ്ഥാനം, പൂർവസ്യ സ്നാനമന്ദിരം, ആഗ്നേയം പാകസ്ഥാനം. ഈ ഒരു കണക്കും പ്രകാരം വീട് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും വെക്കാൻ പറ്റില്ല. കാരണം ഈശാനം ദേവതാസ്ഥാനം എന്ന് പറഞ്ഞാൽ പൂജാമുറി വേണ്ടുന്നവർക്ക് മാത്രമേ ഒരു കൺസെപ്റ്റ് ഉള്ളൂ. ഇപ്പം വടക്ക് കിഴക്കേ മൂലയ്ക്ക് ദേവതാസ്ഥാനം, ദൈവങ്ങളുടെ സ്ഥാനം പൂജാമുറി. ഇപ്പോൾ ചിലർക്ക് പൂജാമുറിയുടെ പിന്നെ വിശ്വാസമില്ലാത്തവരുണ്ടാവും. ഇനി ഹിന്ദുക്കളല്ലാത്തവർക്ക് പൂജാമുറി എന്നുള്ള കൺസെപ്റ്റേ ഇഷ്ടമല്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് അവിടെ വേണമെങ്കിൽ ഒരു ബെഡ്റൂം പണിഞ്ഞിട്ട്, അതായത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഈ പൂജാമുറിയുടെ സ്ഥാനത്തിന് ബെഡ്റൂം പണിഞ്ഞിട്ട് ആ ബെഡ്റൂം വേണമെങ്കിൽ നമുക്ക് അവിവാഹിതരായ ആൺകുട്ടികൾക്ക് യൂസ് ചെയ്യാം. അവർക്ക് പഠനമുറി വേണമെങ്കിൽ നോക്കാം. പൂർവസ്യ സ്നാനമന്ദിരം, അത് നമുക്കിവിടെ ഇപ്പം ആ ഒരു കൺസെപ്റ്റ് നടക്കത്തില്ല. കാരണം കിഴക്ക് കുളിമുറി മാത്രം കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുളിമുറിക്ക് വേറെ സ്ഥാനം, വാഷ്റൂമിന് വേറെ സ്ഥാനമുണ്ട്. അപ്പം നമ്മൾ പിന്നെ ചെയ്യുന്ന അഗ്നികോൺ എന്ന് പറഞ്ഞാൽ അടുക്കള വരുന്ന ഭാഗം എന്ന് വെച്ചാൽ തെക്ക് കിഴക്ക്. ഇത് കേരളത്തിൻ്റെ കാലാവസ്ഥയോട് ചേർന്ന ഒരു കൺസെപ്റ്റാണ്. ഇതിൻ്റെ കാരണം ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം മൊത്തം കടല ആണല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പടിഞ്ഞാറെന്ന കാറ്റ് വീശുന്നത്. ആ ഒരു കാറ്റ് പണ്ടത്തെ കാലത്ത് നമ്മൾ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ബേസാണിത്. അപ്പോൾ ആ ഒരു കാറ്റ് നമ്മുടെ വീടിനുള്ളിലേക്ക് ശല്യപ്പെടുത്താതിരിക്കാനാണ് നമുക്ക് ഈ തെക്ക് കിഴക്കേ ഭാഗത്തേക്ക് ഈ അടുക്കള കൊണ്ടുവന്നിരിക്കുന്നത്, പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാതെ. പക്ഷേ മാറിയ സാഹചര്യത്തിൽ നമുക്കിപ്പം ഭൂമിയുടെ കടുപ്പൊക്കെ അനുസരിച്ച് തെക്ക് കിഴക്കേ മൂലയ്ക്ക് അടുക്കള കെട്ടാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ വായുകോണെന്ന് പറയും, അവിടെ വേണേൽ അടുക്കള കെട്ടപ്പം. കാരണം ഗ്യാസ് അടുപ്പൊക്കെയാണുള്ളത്. ഇതിന് വീട് വെക്കുന്ന ഇതാണൊരു പ്രധാനമായിട്ടുള്ള ചില പോയിൻറ്റ്സുകൾ. പക്ഷേ ഒരു വ്യക്തിക്ക് വീട് വേണം എന്ന് അയാൾ മനസ്സിൽ വിചാരിച്ചു, അയാളുടെ പൈസ കൊണ്ടില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രധാന പോയിൻ്റുണ്ട്. അത് നല്ല രീതിയിൽ ജ്യോതിഷം പിടിച്ചൊരു വ്യക്തിയെ ജാതകം കാണിച്ചിട്ട് വീടിന് യോഗമുണ്ടോ, അതൊരു പ്രധാന ഘടകമാണ്. വീടിന് യോഗം നോക്കുമ്പോൾ ജാതകത്തിൻ്റെ 4-ാം ഭാവം, ലഗ്ന 4-ാം ഭാവം, 4-ാം ഭാവാധിപൻ ശുക്രൻ അല്ലെങ്കിൽ ചൊവ്വ, ഭൂമിയുടെ കാരകത്വമുള്ള ചൊവ്വ, ഈ ഗ്രഹങ്ങളൊക്കെ ജാതകത്തിൽ മാന്യമായ ബലത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഭാഗ്യാധിപരവിടെ നിൽക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് വീടിന് യോഗം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ മേൽപ്പറഞ്ഞ ആ ഒരു ഘടകങ്ങളനുസരിച്ച് നമുക്ക് വീട് പണി തുടങ്ങാം. അപ്പം ജാതകം പരിശോധിക്കുമ്പോൾ 4-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നു, അല്ലെങ്കിൽ 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, 4-ാം ഭാവാധിപനെ ഗ്രഹം ബലമില്ല അല്ലെങ്കിൽ നീചത്തിൽ നിൽക്കുന്നു, ഭൂമിയുടെ കാരകനായ ചൊവ്വ ബലമില്ലാതെ നിൽക്കുന്നു. ഇങ്ങനൊരവസ്ഥയിൽ ഹസ്ബൻഡ് വീട് വെക്കാൻ തീരുമാനിക്കും. ഹസ്ബൻഡിന് ഗൃഹയോഗമില്ലെങ്കിൽ അപ്പോഴേ ഭാര്യയുടെ ജാതകം പരിശോധിക്കുക. ഹസ്ബൻഡ് വൈഫും അതിൽ വീട്ടിൽ താമസിക്കുന്നത്. ഭർത്താവിന് യോഗം ഇല്ലെങ്കിൽ ഭാര്യയുടെ ജാതകത്തിൽ യോഗം ഉണ്ടെങ്കിൽ വീട് പണി അവരുടെ പേരിലേക്ക് മാറ്റിക്കൊണ്ട് അവരെ കൊണ്ട് സ്റ്റാർട്ടിങ് ചെയ്യിപ്പിക്കുക. അപ്പം ഗൃഹയോഗം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വീട് വെക്കാം. യോഗമാണ് പ്രധാനം. യോഗം ഉണ്ടെങ്കിലേ വീട് വെക്കാൻ പറ്റും. ഇപ്പോൾ യോഗമുണ്ടെങ്കിൽ നമുക്കുടെ ജാതകത്തിനകത്ത് ഭാഗ്യാധിപനും ബലമുണ്ട്, 4-ാം ഭാവമൊക്കെ ശക്തമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും വീട് പണിയാൻ മനസ്സ് വെച്ച വീടാവും. അത് യോഗമാണ്. മുറികളുടെ സ്ഥാനത്തെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ, അപ്പോൾ അവരുടെ രാശിയും കൂടെ ഒക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അടുക്കള ഈ പറഞ്ഞ പോലെ അഗ്നികോണിൽ തന്നെ വരണം ചില വീടുകളിൽ അല്ലാതെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ രാശിയൊക്കെ നോക്കിയിട്ട് ചിലവർക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയേക്കാം. പിന്നെ വാടക വീടുകൾക്ക് സംബന്ധിച്ചും അത് വലിയ കുഴപ്പമില്ലാതെ പോയേക്കാം. വെച്ചാൽ കുറച്ച് നാളത്തേക്കല്ലേ താമസിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മുറികളുടെ കൃത്യമായ സ്ഥാനം ഓരോ റൂമിനും ഏതൊക്കെയാണ് ഏറ്റവും നല്ലത്, അപ്പം അതൊന്ന് പൊതുവായിട്ടൊന്ന് പറയാമോ? അത് 2-3 കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് വാസ്തു അനുസരിച്ച് വീട് എന്നൊരു കൺസെപ്റ്റ് ഒരാൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്നെയാണ് ഒരാൾ ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയും എനിക്ക് ആദ്യം ഭൂമി നേരിട്ട് കാണണം. ആ ഭൂമിയിലേക്ക് നമ്മൾ കയറുന്ന എൻട്രൻസ് പ്രധാന, നമ്മൾ എവിടെ നിന്നാണ് വീട്ടിലേക്ക് കയറുന്ന ഒരു മെയിൻ എൻട്രൻസ് ഏത് ഭാഗത്തു നിന്നാണ്, വടക്കുന്നാണോ കിഴക്കുന്നാണോ? ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു തെറ്റായ ധാരണയുണ്ട് വടക്കോട്ടും കിഴക്കോട്ടും തന്നെ വീടിൻ്റെ ഫേസ് വരണം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം മകരം കുംഭൻ രാശിക്കാർക്കോ മകരം കുംഭൻ ലഗ്നക്കാർക്കോ, അതായത് ശനി ജാതകത്തിൽ അനുയോജ്യനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തെക്കോട്ട് എൻട്രൻസ് ആവാം, വീടിൻ്റെ മുഖം തെക്കോട്ടും ആവാം, കുഴപ്പമൊന്നുമില്ല. അത് തന്നെ വ്യാപാര സ്ഥാപനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വളരെ ബുദ്ധിമുട്ടി കിഴക്കോട്ടും വടക്കോട്ടും ഒക്കെ കസേരയിട്ട് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ്
ആരെങ്കിലും അറിയാവുന്ന ജാതകം ഒന്ന് കാണിച്ചാൽ അവർ പറഞ്ഞു തരും. ഇപ്പം നമ്മുടെ ജാതകത്തിനകത്ത് മകരം കുംഭം ലഗ്നം അല്ലെങ്കിൽ തുലാലഗ്നം ഇടവലഗ്നക്കാർക്കൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് തെക്കോട്ടിരുന്ന് വേണമെങ്കിൽ കച്ചവടം ചെയ്യാം. എല്ലാവർക്കും പറ്റത്തില്ല. അത് അവർക്കുള്ള വീടിൻ്റെ ഫേസ് തെക്കോട്ടാവാം, പ്രശ്നങ്ങളൊന്നുമില്ല. വടക്കോട്ടും കിഴക്കോട്ടും ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ആ ഒരു റൗണ്ടിങ് വെച്ചിട്ടാണ് ഈ വടക്കോട്ട് കിഴക്കോട്ടെന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസിലാണ് ഭൂമി. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇരിക്കണമെന്നുള്ളൊരു കൺസെപ്റ്റാണ് പറയുന്നത്. ഇപ്പം തിരിച്ചു ആവാം. ഇപ്പം മുറിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യത്തിൽ നമുക്ക് നിർബന്ധമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കന്നിമൂലം, നിര്യതി എന്ന് പറഞ്ഞാൽ അസുരനാണ് കാവൽ നിൽക്കുന്ന ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു കന്നിമൂലയിലായിരിക്കണം മാസ്റ്റർ ബെഡ്റൂം. അതിനകത്ത് വേറൊരു എക്സ്ക്യൂസും ഇല്ല. കാരണം മറ്റ് സ്ഥാനത്ത് ബെഡ്റൂം വരാനുള്ള ഇതില്ല. ആ ഒരു എന്താ പറയുന്നത്, വാസ്തുവായിട്ട് പൊരുത്തപ്പെടുന്നതല്ല ബെഡ്റൂമിനുള്ള മറ്റ് സ്ഥാനങ്ങൾ. അപ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂല കന്നി മൂലയിൽ മാസ്റ്റർ ബെഡ്റൂം പണിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അഗ്നികോണം. ഇപ്പോൾ കിഴക്കുന്നാണ് ആ വീട്ടിലേക്ക് വരുന്ന എൻട്രൻസ് എങ്കിൽ ചിലർക്ക് ഇനി നമുക്കുള്ള ആ കയറി വരുന്ന ഭാഗത്ത്, അതായത് കിഴക്ക് ഭാഗത്ത് തന്നെ അടുക്കള വരുന്നതിനോട് യോജിപ്പില്ലാത്ത പലരുമുണ്ട്. അപ്പോൾ അത് തെക്ക് കിഴക്ക് ഭാഗം അഗ്നികോണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ അടുക്കള വേണമെങ്കിൽ വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കോട്ട് നമുക്ക് മാറ്റാം. വായുകോണിലേക്ക് അടുക്കളയ്ക്ക് സ്ഥാനമുണ്ട്. മനുഷ്യാലയ യന്ത്രയെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല. പിന്നീട് മക്കളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മുറി വേണം പഠിക്കുന്ന കുട്ടികൾക്ക്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം എപ്പോഴും വടക്ക് ഭാഗത്ത് ബുധൻ്റെ ദിക്കിലായിരിക്കണം. വിദ്യാഭ്യാസത്തിനായി പഠിക്കുന്ന അവർക്കുള്ളൊരു ബെഡ്റൂം വിത്ത് ആ ഒരു സ്റ്റഡി റൂം എല്ലാം കൂടെ നമുക്ക് വേണമെങ്കിൽ വടക്ക് ഭാഗത്ത് സെറ്റ് ചെയ്യാം. പൂജാമുറി എന്നുള്ള കൺസെപ്റ്റ് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞോണം വടക്ക് കിഴക്ക് ഈശാന കോണിൽ പൂജാമുറി ചെയ്യാം. ഇനി പൂജാമുറി വേണ്ടാത്തവർക്കാണെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് മറ്റ് മതക്കാർക്കാണെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതല്ല ഒരു ബെഡ്റൂമാണ് അവിടെ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും പെൺകുട്ടിയൊക്കെ കൊടുക്കാതെ, അല്ലെ ഫാമിലിക്കാർക്ക് കൊടുക്കാതെ, ഒരു ചെറുക്കന്മാർക്ക് പുരുഷന്മാർക്ക് കല്യാണം കഴിയാത്തവർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ബെഡ്റൂമായിട്ട് വടക്ക് കിഴക്കേ മൂലയ്ക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മുറിയുടെയൊക്കെ വരുമ്പോൾ ബെഡ്റൂം വേണമെങ്കിൽ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായുകോണിൽ വേറെ ബെഡ്റൂമൊക്കെ പണി. അങ്ങനെ ഭൂമി കണ്ടതിന് ശേഷമേ നമുക്ക് കൃത്യമായിട്ട് മുറികളുടെ സ്ഥാനവും അടുക്കള ഏത് ഭാഗത്തു നിന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഭൂമി ഒരു വ്യക്തി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെയാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ പോയി ഭൂമി കണ്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള കണക്കുകൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇത്ര കോല് ഇത്ര വിരൽ, അതായത് 71 സെൻറ്റിമീറ്ററാണ് ഒരു കോല്, 3 സെൻറ്റിമീറ്റർ വിരൽ, ഇത്ര കോല് ഇത്ര വിരൽ ചുറ്റളവ്, അതായത് ഫൗണ്ടേഷൻ വന്നുകൂടാന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുമ്പോഴാണ് മരണച്ചുറ്റ് വരാത്ത ചുറ്റളവ് എടുക്കുക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കണമെന്നുണ്ട്. വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന എഞ്ചിനീയർ ആരാണോ, നിങ്ങൾക്കുള്ള വീട് പണിയുന്നവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ കൂടിയിരുത്തിക്കിട്ട് നമ്മൾ അതിനായിട്ട് ബന്ധപ്പെട്ടൊരു പ്ലാൻ നമ്മൾ അവർക്കൊക്കെ പറഞ്ഞിട്ട് വരച്ചു കൊടുക്കും. പിന്നീട് തെക്കും പടിഞ്ഞാറും ഉള്ള ജനൽപ്പാളികൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് 2 പാളി കൂടാതിരിക്കുന്നതായിരിക്കും നല്ലത്. വടക്കും കിഴക്കും 3 പാളി ജനലാണെങ്കിൽ തെക്കും പടിഞ്ഞാറ് 2 പാളി ജനൽ മതി. കാരണം ഓസോൺ പാളിക്ക് വിള്ളലും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും സൂര്യൻ പടിഞ്ഞാറോട്ട് പോകും തോറും അൾട്രാ വയലറ്റ് റേസാണ് കൂടുതൽ നമുക്ക് ഭൂമിയിലേക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഒരു എനർജി കുറച്ച് കിട്ടുന്നതായിരിക്കും ഹ്യൂമൻ ബോഡിക്ക് നല്ലത്. അതുകൊണ്ട് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തുമുള്ള ജനൽപ്പാളികൾ 2 വെച്ചാണ്. അത് വാസ്തു അനുസരിച്ചും പറയുന്നുണ്ട്. പിന്നെ 2ാമത്തെ നിലയിലേക്ക് നമ്മൾ പണിയുമ്പോൾ 2ാമത്തെ നില പണിയുന്നെങ്കിൽ ക്ലോക്ക് വൈസ് സ്റ്റെയർ കേസ് എപ്പോഴും ക്ലോക്ക് വൈസിലായിരിക്കണം. അങ്ങനെ പല വീട്ടിലും തെറ്റി കണ്ടിട്ടുണ്ട്. അത് ഒന്നുകിൽ പണിയുന്ന മേശിരിമാരല്ലേ പ്ലാൻ മേക്കർ എഞ്ചിനീയർമാരുടെ ഇപ്പോൾ പല വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ട്. അപ്പോൾ അവർ പറയും എഞ്ചിനീയർക്കൊക്കെ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റി കൂടായൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ പറയണം സാറേ ഇത് ക്ലോക്ക് വൈസ് തന്നെ ചെയ്തു തരണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് വീടിന് യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ വീട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് പരിഹാര കർമ്മങ്ങൾ പലരും പല പരിഹാര കർമ്മങ്ങളും വലിയ വലിയ പൂജകളൊക്കെ പറയും. എൻ്റെ ഒരു രീതിക്ക് വലിയ കാശ് ചിലവാക്കി പൂജ ചെയ്യാതെ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയിട്ട് അന്നദാനം നടത്തുക ഏറ്റവും നല്ല പരിഹാരം. ഇത് ഞാൻ പറഞ്ഞതല്ല. ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം കനകരജതപാത്രം മേദിനി സാഗരാന്തം ഉദയകുലവിശുദ്ധം കോടികന്യാപ്രദാനം നഹി നഹി ബഹുദാനം അന്നദാനാസു സമാനം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണന്മാർ. ബാക്കി എന്ത് കിട്ടിയാലും മനുഷ്യൻ പോരട്ടെ എന്ന് പറയും. സ്വർണ്ണമാണ് 2 ചാക്ക് കൊടുത്താലും 3ാമത്തെ ചാക്ക് പോയിട്ട് കുറച്ചുകൂടെ താന്ന് പറഞ്ഞു. ആഹാരമാണെങ്കിൽ വയറ് നിറഞ്ഞാൽ മതിയെന്ന് കൈയെടുത്ത് കാണിക്കും. അന്നദാനത്തിനെ പോലെ ഏറ്റവും വലിയ ദാനം പുണ്യം ചെയ്യുന്നൊരു കർമ്മം വേറെയില്ല. അതുകൊണ്ട് അത് ചെയ്യുക.
പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ സൂചിപ്പിച്ചായിരുന്നു ഈ ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗാദേവി. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്ര സങ്കല്പത്തിനടുത്ത് കുറച്ച് ഇത്ര ദൂരം മാറിയിട്ടേ നമ്മൾ വീട് എന്നൊരു ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനോട് ചേർന്ന് ബ്രാഹ്മണർക്ക് വീട് വെക്കാം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ആരാണ് ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം കിട്ടിയവർക്കാണ്. അപ്പം ബ്രഹ്മം എന്താണെന്ന് കൃത്യമായിട്ട് പരബ്രഹ്മത്തെക്കുറിച്ച് വേദങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ന് തത്ര സൂര്യോ ഭാന്തി, ഇന്ന് ചന്ദ്രധാരക നോ വിദ്യുതോ ഭാന്തി, ഇന്ന് ചക്ഷുർ ഗച്ഛതി നവാഗ് ഗച്ഛതി നോ മനഃ. 1000 സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ഇടിമിന്നലിൻ്റെ പ്രകാശവും കൂടെ ഒരുമിച്ച് വെച്ചാൽ പോലും പരബ്രഹ്മം എന്ന ചൈതന്യത്തിൻ്റെ പ്രകാശത്തിന് മുന്നിൽ ഒന്നുമല്ല. അപ്പോൾ എന്താണ് പ്രഭാവലയം മനസ്സിലാക്കാം. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ അറിയാൻ പറ്റാത്തൊരു ചൈതന്യമാണ് പരബ്രഹ്മ സങ്കല്പം. ഇത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നതത്ര സൂര്യോ ഭാതി, എന്ന ചന്ദ്രതാരക ഒന്ന് വിദ്യുതോ ഭാതി, എന്ന ചക്ഷുർ ഗച്ഛതി കണ്ണുകൊണ്ട് കാണാൻ പറ്റും, എന്ന വാക്ക് ഗച്ഛതി വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റും, നോ മനഃ മനസ്സുകൊണ്ട് അറിയാനും പറ്റത്തില്ല. അപ്പം ഇത് സാധാരണ മനുഷ്യന് വേണ്ടി ഉള്ള ഒരു സംഭവമാണ്. അപ്പം സാധാരണക്കാർക്ക് ഇതൊക്കെ വലിയ പാടായി പരബ്രഹ്മത്തിന് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ വിഗ്രഹ സങ്കല്പം ക്ഷേത്രങ്ങളുണ്ടാക്കിയിരിക്കുന്നത്. ആചാര്യന്മാരെ കയറിയത് ആവശ്യമില്ല, അവരിങ്ങനെ ഈ പ്രാർത്ഥിച്ചോളൂ, അവർക്ക് പരബ്രഹ്മത്തിനെ കാണാമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളപ്പോൾ ഉള്ള മണ്ടന്മാർക്ക് ക്ഷേത്ര സങ്കല്പത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഐഡിയൽ വർഷിപ്പ് ഉണ്ടായിരിക്കണം, വിഗ്രഹം ഉണ്ടായിരിക്കണം. അതാണ് ക്ഷേത്ര സങ്കല്പം. അതുകൊണ്ട് ഈ ഞാൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് കർമ്മം കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആർക്കും ക്ഷേത്ര സങ്കല്പത്തിൽ വീട് വെച്ചിട്ട് അവിടെ ഉടായ്പായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണ്യം കിട്ടിയ നല്ല രീതിയിൽ സ്വാത്വിക ജീവിതം നയിക്കുന്നവർക്കാണെങ്കിൽ ക്ഷേത്ര സങ്കല്പത്തിലെടുത്ത് നമുക്ക് വീടുണ്ടാകാം. അല്ലാതുള്ള വ്യക്തികൾ കുറച്ച് ദൂരോട്ട് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് ഈ ഭൂമിയുടെ ദൈവാധീനം നോക്കുമെന്ന് ഞാൻ പറയുമ്പോൾ, ഭൂമി നമുക്ക് ദൈവാധീനം കവടി പ്രശ്നം നോക്കിയിട്ട് ഭൂമി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അനുയോജ്യമാണോ നോക്കാം. 2, ഒരു പറമ്പ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അടുത്തെങ്ങാനും പശുവിനെ വളർത്തുന്ന ഒരാളോട് പറയണം, അമ്മ 2 ദിവസം ആ പശുവിനെ എൻ്റെ പറമ്പിലോട്ടൊന്ന് കെട്ടേന്ന് പറയണം. 2 or 3 ദിവസം നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ പശുവിനെ കിടാവിനോട് കെട്ടുക. അതിനകത്ത് സയൻറ്റിഫിക്കായിട്ടൊന്നും ചോദിക്കരുത്, പ്രൂവ് ഒന്നുമില്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചാണകം മെഴുകിയ തറയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ക ആൻറ്റിബയോട്ടിക്കാണെന്നാണ് പറഞ്ഞത്. ഈ ചാണകവും മറ്റ് അതിനകത്ത് അണുക്കളൊന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ഭൂമിയിലേക്ക് പശുവിൻ്റെ ചാണകമോ അല്ലെങ്കിൽ മൂത്രമോ ഒക്കെ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും. പിന്നീട് കവടി പ്രശ്നം നോക്കുമ്പോൾ ഈ ക്ഷേത്രഭൂമി ചതിയിൽ കൂടി പിടിച്ചെടുത്ത ഭൂമിയാണ്. പണ്ട് ഈ പാവത്തങ്ങളൊക്കെ ഓടിച്ചിട്ട് പ്രമാണങ്ങളൊക്കെ പിടിച്ച് ഗുണ്ടായുസം കൊണ്ട് അങ്ങനെയുള്ള ഭൂമിയൊന്നും ആയിരിക്കണം നമ്മൾ വീട് വെക്കുന്നത്. കവടി പ്രശ്നത്തിൽ കൂടെ അറിയാൻ പറ്റും. ഏതെങ്കിലും കാവ്യ വെട്ടിത്തെളിച്ച ഭൂമിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ കവടി പ്രശ്നത്തിൽ കൂടെ നോക്കുന്നത്. അതെല്ലാം നോക്കി ഭൂമി നമുക്ക് അനുയോജ്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതകത്തിൽ കൂടി ഗൃഹയോഗമുണ്ടെങ്കിൽ വീട് വെച്ച് സ്വസ്ഥമായിട്ട് താമസം. ഇതാണ് വാസ്തുവിൻ്റെ ഒരു ബേസിക്. മുറിയുള്ള സ്ഥാനം പോലെ തന്നെയാണ് കിണറിന്റെ സ്ഥാനവും പ്രാധാന്യം അർഹിക്കുന്നത്. കിണറിന് നമുക്കിപ്പം നോക്കുമ്പോൾ കിണറിന്റെ സ്ഥാനം എവിടെ? അത് തർക്കം തന്നെയാണ്, പലർക്കും തർക്കം തന്നെയാണ്. കാരണം വടക്ക് കിഴക്ക്, അതായത് കുംഭം മീനം മേടം, ഈ 3 രാശികൾ, അതായത് വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് നമുക്ക് കിണറിൻ്റെ സ്ഥാനം ഉണ്ടാവണം. അതിൻ്റെ ഒരു കാര്യമുണ്ട്. ഭൂമി ഗ്ലോബിനകത്ത് 23 ഡിഗ്രി ചരിഞ്ഞായിരിക്കുന്നത്. വടക്ക് കിഴക്കോട്ടാണ് ഈ ചരിവ്. ഈ ചരിവാണ് ഭൂമിക്ക് ഉണ്ടായിരിക്കണമെന്ന് വാസ്തു പറയുന്നത്. ഓൾറെഡി ഗ്ലോബിനകത്ത് 27 ഡിഗ്രി അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ 27 ഡിഗ്രി ചരിവ് ഭൂമിക്ക് ഓൾറെഡി ഉണ്ട് നോർത്ത് ഈസ്റ്റിലോട്ട്. അപ്പം ഈ ഒരു ചരിവ് ഭൂമിക്ക് വേണമെന്നാണ് വാസ്തു അനുസരിച്ച് പറയുന്നത്. അതായത് ചരിഞ്ഞ ഒരു പ്രതലം, ഇപ്പോൾ ഇവിടെയാണ് ഭൂമി വടക്കോട്ടോ കിഴക്കോട്ടോ ചരിഞ്ഞിരിക്കുമ്പോൾ ചരിഞ്ഞ ഒരു ഭാഗത്ത് ഇവിടെ വെള്ളം ഒഴിച്ചാൽ താഴെ വെള്ളം ഒന്ന് സ്റ്റോറാവും. അത് സയൻസ് അല്ലേ. ചരിഞ്ഞ ഭാഗത്ത് വെള്ളം ഒന്ന് സ്റ്റോർ, അപ്പോൾ അവിടെ കിണർ കുത്തിയാൽ വെള്ളം കിട്ടും. അതുകൊണ്ടാണ് ഈ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കിണർ കുത്തണം. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്ത് വൃശ്ചികം രാശിയിൽ മധ്യമസ്ഥാനമാണ് കിണറിന്. ജലലഭ്യത ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിണർ കുത്താം. ഇപ്പോൾ കിണറിന് അങ്ങനെയുള്ള സ്ഥാനം. പിന്നെ ആൾക്കാർ വന്നിട്ട് കന്നിമൂലിക്ക് കിണർ കുത്തുന്നു, വിശ്വാസമില്ലാതെ കന്നിമൂലിക്ക് കിണർ കുത്തിയിട്ട് അത് പിന്നീട് നികത്തി വേറെ കിണർ കുഴിച്ച ആൾക്കാർ എനിക്കറിയാം. കുത്തിയ സമയത്ത് നിരീശ്വരവാദിയായിരുന്നു. പ്രശ്നങ്ങളായപ്പം ദൈവവിശ്വാസം കൂടി കിണർ നികത്തിയിട്ട് അടുത്ത ഭാഗത്തേക്ക് കൊണ്ട് കിണർ. അപ്പം അഗ്നികോണിലും കന്നിമൂലയ്ക്കും പരമാവധി കിണർ കുത്താതിരിക്കും. അതുകൊണ്ട് തന്നെ ധനുരാശി പരമാവധി കിണർ കുത്താതിരിക്കും. വൃശ്ചിക രാശിയിൽ കുത്തുന്നേരം പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഇവിടെയൊക്കെ കിണർ സ്ഥാനമാണ്.
കിണറിൻ്റെ ഉദ്ദേശം എന്താ? വെള്ളം കിട്ടുക എന്നുള്ളതല്ലേ. നല്ല വെള്ളം കിട്ടുക എന്നുണ്ടെങ്കിൽ ആ ഒരു രീതി ചെയ്യും. കിണർ മൂടുന്നതിനും കിണർ മൂടുന്നതിനോട് രീതി, വെറുതെ വേസ്റ്റ് ഇട്ടും നല്ല മണ്ണിട്ട് കിണർ മൂടുക. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ 3 സമുദ്രത്തിലെ വെള്ളം കൊണ്ട് ഒഴിക്കുക. അത് ആൾക്കാർ ഇവിടെ എന്ത് പറയുന്നത്, കന്യാകുമാരി പോയിട്ട് അവിടുന്ന് പിന്നെ കടൽ വെള്ളമൊക്കെ ശുദ്ധീകരിച്ച് പശുവിൻ്റെ പാല് പിന്നെ ഗംഗാജലത്തിനൊക്കെ ഹരിദ്വാറിൽ പോയി ഗംഗാജലം കൊണ്ടുവരാൻ പാടാം. അപ്പം ഒരു കിണ്ടിക്കകത്ത് വെള്ളം എടുത്തിട്ട് ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു എന്നുള്ള മന്ത്രം 108 തവണ പ്രാർത്ഥിച്ച് ഗംഗയില ആവാഹിച്ച് ആ വെള്ളം നമുക്ക് കിണർ ഒഴിച്ച് പഴയ കിണർ മൂടാം. ഇത് നമ്മുടെ ആചാര്യന്മാരെ പറഞ്ഞു വെച്ചിരിക്കുന്ന, ഞാനായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ആ രീതിയിൽ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. ഇല്ലെങ്കിൽ ഇതോണം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കിണർ കുത്തിയ സമയത്ത് നിരീശ്വരവാരി ആയിരുന്നു. അതുകൊണ്ട് കന്യമൂലിക്ക് കിണർ കുത്തി. പിന്നീട് വിശ്വാസം കൂടി പ്രശ്നമായപ്പോൾ ആ കിണർ നേരത്തെ അടുത്തിടത്തേക്ക് കിണർ കുത്തി. അങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാരുണ്ട്. മുറികളുടെ സ്ഥാനത്തെപ്പറ്റി പറയുമ്പോൾ കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ തലവയ്ക്കുന്ന സ്ഥാനവും അതും ഏറ്റവും പ്രധാനമുള്ളതാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മരിച്ചവരെ കിടത്തുന്നത് തെക്കോട്ടാന്ന് പറയും. അങ്ങനെ പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ തെക്കോട്ട് തന്നെ തലവെച്ച് കിടക്കുന്നതാണ് നമുക്കും നല്ലതെന്ന്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ടതിനകത്ത് ഏറ്റവും സയൻറ്റിഫിക്കായിട്ടുള്ള ചോദ്യമാണത്. കാരണം വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കുട്ടികൾ ഉണ്ടാവാതിരുന്ന ഒരു ഫാമിലിക്കാരെന്നെ കണ്ടപ്പോൾ ഞാനവരോട് വെച്ച് നിങ്ങൾ അങ്ങോട്ട് തല വെക്കുന്നത്, ഞാൻ പറയും കാര്യം ചെയ്യും, പടിഞ്ഞാറോട്ട് തല വെച്ചിട്ട് കിഴക്കോട്ട് കാലും വെച്ച് കിടക്കാൻ പറയും. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലുള്ള ഒരു നമുക്ക് ഇൻഫ്രാറെഡ് എന്ന് പറയും, FIR കണ്ടന്റ് എന്ന് പറയും, ഫാർ ഇൻഫ്രാറെഡ് 4 to 60 മൈക്രോ വേവ് ലെങ്തിലാണ് ഈ ഒരു സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത്, കോസ്മിക് എനർജി. അപ്പം ഇത് കാല് വഴി കയറി തലയിൽക്കൊട്ടിറങ്ങുന്നത് നല്ലതാണ്. വെയിനകത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ നോർമലൈസാണ്. ഇതൊരു സയൻസാണ്. വടക്കോട്ടൊരിക്കലും തല വെക്കരുതെന്ന് പറയുന്ന കാരണം ഭൂമിയുടെ നോർത്ത് പോളും നമ്മുടെ തലയും ഇത് രണ്ടും കൂടെ ഒരു ആകർഷണമാണ്. ഇത് രണ്ടും ഒരേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ടെൻഷനും കാര്യങ്ങളും തലവേദനയും മുൻകോപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വാസ്തു പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് കിടക്കാൻ പറ്റിയത് തെക്കോട്ട് തലവെച്ചാണ്. അത് ഏത് റൂമിലാണെങ്കിലും പരമാവധി തെക്കോട്ട് തലവെച്ച് കിടക്കുക. അതല്ല ഞാൻ ഈ പറഞ്ഞ രീതി നമുക്ക് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ നമുക്ക് തലവെച്ച് കിടക്കാം, തെക്കോട്ടും കിടക്കാം. ഏറ്റവും ഉത്തമം തെക്കാണെന്നുള്ളത്, കിഴക്കും പടിഞ്ഞാറും മധ്യമമാണെന്നുള്ളത്. വടക്കോട്ട് തലവെക്കാൻ പാടില്ല. സംശയം ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ടൊരു വർഷം വടക്കോട്ട് തലവെച്ച് കിടന്നു നോക്കുക, വ്യത്യാസം അറിയാം. അത് ഒരു സയൻസാണ്. തെക്കോട്ട് തലവെച്ച് കിടന്ന ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചുകൂടി ഒരു ബാലൻസിങ് ബോഡി ബാലൻസിങ്ങും എല്ലാം കിട്ടും. അത് എല്ലാ ഏറ്റവും മനുഷ്യ ശരീരത്തിന് ഏറ്റവും ഉത്തമമുള്ള കാര്യങ്ങളെല്ലാം അതിലാണ്. നമുക്കിപ്പോൾ എല്ലാത്തിനും ഒരു മധ്യമമുണ്ടല്ലോ. ഇപ്പം തെക്കോട്ട് തലവെക്കുന്ന ഏറ്റവും ഉത്തമമാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തലവെക്കുന്ന മധ്യമമാണ്. വടക്കോട്ട് തലവെക്കാൻ പാടില്ല. അതൊരു സയൻസാണ്. ബാത്റൂമിന് എതിർവശത്ത് കിടക്കുന്നത് നല്ലതല്ല. നെഗറ്റീവ് എനർജി വരുന്ന ഭാഗങ്ങളിലൊന്നും നമ്മൾ കിടക്കാൻ പാടില്ല. ഈ യഥാർത്ഥത്തിൽ ഈ അറ്റാച്ച്ഡ് ബാത്റൂം എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ടായതാണ്. പണ്ട് ബാത്റൂമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അകലെയൊക്കെ ആയിരുന്നു വർഷങ്ങൾ. ഇപ്പോഴാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അത് നമുക്കുള്ള ഒരു ജീവിത രീതിയെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതി ഒരിക്കലും നമ്മൾ ചെയ്യുക. അപ്പം നെഗറ്റീവ് എനർജി ക്രിയേഷൻ ആവുന്നിടത്തൊക്കെ നമ്മൾ പോകാതിരിക്കുന്നതായിരിക്കും. അപ്പം അത് ആ ഒരു രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടിട്ട് അതിനെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈഫ്. അതുപോലെ തന്നെ ചുറ്റുമതിൽ നമ്മൾ കയറി വരുന്ന പ്രവേശന കവാടം, അപ്പം അത് വലിയ മതിൽ, വലിയ ഭൂമിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ 7 ഖണ്ഡങ്ങളായിട്ട് തിരിക്കാം. നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ മതിൽ കെട്ടാൻ ഫ്രണ്ടിൽ മതിൽ കെട്ടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മതിലിനെ നമ്മൾ 7 ആയിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 5 ആയിട്ട് തിരിക്കാം. അപ്പോൾ അതിനകത്ത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഇങ്ങനെ 7 ഖണ്ഡങ്ങൾ. അതിനകത്ത് ആദ്യത്തെ ഖണ്ഡം എന്ന് പറഞ്ഞാൽ സൂര്യഖണ്ഡമാണ്. അവിടെ ഗേറ്റ് പാടില്ല. സമമായിട്ടുള്ള 7 ഖണ്ഡങ്ങളായിട്ട് തിരിക്കുക, അല്ലെങ്കിൽ പഞ്ചഗ്രഹങ്ങൾക്ക് വേണ്ടി ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്ര, ശനി ഇങ്ങനെ തിരിക്കുക. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് സൂര്യഖണ്ഡം ഒഴിവാക്കുക. ചന്ദ്രഖണ്ഡത്തിൽ, അതായത് 2ാമത്തെ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഗേറ്റിടാം. പിന്നെ ചന്ദ്രൻ കഴിഞ്ഞ് ചൊവ്വ ഭാഗം ഒഴിവാക്കുക. ബുധൻ, വ്യാഴം, ശുക്രൻ. അവസാനത്തെ
3 ഭാഗത്ത് നമുക്ക് മതിൽ കെട്ടാം, അല്ലെങ്കിൽ ഗേറ്റ് ഇടാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്ന മതിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ, ആ മതിലിൻ്റെ ആ ഒരു അളവിനെ, ആ നീളത്തെ നമ്മൾ തുല്യമായിട്ട് 7 ഖണ്ഡങ്ങളായിട്ട് കൃത്യമായിട്ട് ഭാഗിച്ചതിന് ശേഷം ആദ്യത്തെ ഖണ്ഡം സൂര്യഖണ്ഡം വിടുക, രണ്ടാമത്തെ ഖണ്ഡം ഒക്കെയാണ് ചന്ദ്രഖണ്ഡമാണ്, പിന്നീട് ചൊവ്വ പാടില്ല, പിന്നീട് ബുധൻ വ്യാഴ ശുക്രൻ, ഇങ്ങനെ 3 ഖണ്ഡങ്ങൾ. അപ്പം മൊത്തം നമുക്ക് 4 ഖണ്ഡത്തിൽ നമുക്ക് മതിൽ ഗേറ്റ് വെക്കാം. ഗേറ്റ് വെക്കാവുന്നതാണ്. അതൊക്കെ ആൾക്കാർക്ക് നോർമലായിട്ട് വരുന്ന സംശയങ്ങളാണ്. അപ്പോൾ പൊതുവായിട്ട് അത്യാവശ്യം അല്ലേ, പൊതുവായിട്ട് വരുന്ന സംശയങ്ങൾക്കാണ് ഇപ്പം സാറ് മറുപടി തന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇഷ്ടം പോലെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള അപ്പം ഇനിയും സംശയമുള്ളവർക്ക് തീർച്ചയായിട്ടും സാറ് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം സാറിൻ്റെ സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊല്ലം പുത്തൂരാണ്. ഗാലക്സി ഫ്യൂച്ചർ പോയിന്റ് എന്ന സ്ഥാപനം നടത്തി പോരുന്നുണ്ട്. അപ്പം നേരത്തെ വീഡിയോസ് ചെയ്തതിലും ഒക്കെ ജെമോളജി അല്ലെങ്കിൽ ന്യൂമറോളജി, ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തിന് മറുപടി തരാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുവരെ വീഡിയോ കിട്ടുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.